ഹായ് ഫ്രണ്ട്സ്, തമ്പലയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് സാധിച്ചിരിക്കുന്നത്. കുറേ നാളത്തെ പറഞ്ഞാൽ ഈ റൂമിലേക്ക് നമ്മൾ പുതിയ റൂമിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവേ. അപ്പോൾ കുറേ നാളെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം നമുക്കത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കാണുന്നവർക്ക് തോന്നും ഈ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത്രയും വലിയ കാര്യമാണ്, ഇത് എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എൽ ജിൻ്റെ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തൊരു ചെറിയ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ പുതിയതായി വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചെറിയ സാധനമാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എൽ ജിൻ്റെ ഫ്രിഡ്ജ് രാവിലെ ഓർഡർ ചെയ്തു, ഒരു 7 മണിയാകുമ്പോൾ ഓർഡർ ചെയ്തു, 10 മണിയാകുമ്പോൾ സാധനം എത്തിട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ആ ചേട്ടൻ തന്നെയാണ്, അവർ കൊടുക്കുന്ന ആൾ തന്നെയാണ് എല്ലാം ഓപ്പൺ ചെയ്ത് തന്നത്. അപ്പോൾ ഏട്ടാ ഇതെല്ലാം റിമൂവ് ചെയ്ത് സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ തുറന്നൊക്കെ നോക്കി കുറേ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുവന്ന് 5 മണിക്കൂറിന് കുത്താൻ പറ്റില്ല, പിന്നെ അത് സ്വിച്ച് കുത്തിയാലും ഓൺ ചെയ്തിട്ട് 12 മണിക്കൂർ വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വായിച്ച് അതിനനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വെക്കും, കിച്ചണിലെ അവസ്ഥ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കിച്ചൺ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. കൊട്ടയിലാണ് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വെക്കുന്നത്. പച്ചക്കറികൾ മാത്രമല്ല, ഇഞ്ചി വെളുത്തുള്ളി ഇടിക്കുന്ന കല്ല്, തേങ്ങ, പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം വെള്ളം എടുത്തിട്ടുള്ള കുപ്പി, പിന്നെ കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ പൊതിഞ്ഞു കൊടുക്കാനുള്ളത്, അങ്ങനെയുള്ള കവറുകൾ കാര്യങ്ങൾ, താഴെയാണെങ്കിൽ അരി സാധനങ്ങൾ, അങ്ങനെ എല്ലാം കൂടി നമ്മൾ കുഞ്ഞ് കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മെയിനായിട്ട് ഈ കൊട്ടയൊന്ന് മാറ്റി കിട്ടണം. എനിക്ക് ഒരു ഇൻഡക്ഷൻ ഉണ്ട്, അത് വെക്കാനുള്ള സ്പേസ് ഇല്ല. ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഉള്ളിയൊക്കെ ഞാൻ ഇങ്ങനെയായിട്ട് വെച്ചിരിക്കുന്നത് തൽക്കാലം. അപ്പോൾ നമുക്കത് മുകളിലേക്ക് വെച്ചാലും എടുത്തിടാൻ വേണ്ടി മുറത്തിലാക്കിയതാണ്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. നമ്മൾ വാങ്ങിക്കാനുള്ള പ്ലാനിലോട് ഞാൻ പിന്നെ മാറ്റാമെന്ന് വെച്ച് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇവിടെ ഈ ചുവപ്പിൽ കാണുന്നത് ഇവിടുത്തെ പച്ചരിയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇവിടുന്ന് അമൃതം പൊടി, ഇവിടുന്ന് കിട്ടുന്ന പൊടിയാണ് തക്കടുവിന്. ബെല്ലവും ഇവിടുത്തെ പൊടിയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഈ ചുവപ്പ് വെക്കൽ ഇവിടുന്ന് റേഷനരി കിട്ടുന്നുണ്ട് കേട്ടോ, പച്ചരിയാണ്, അതുണ്ട് കേട്ടോ. പിന്നെ താഴത്തെ പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത്. സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത്, പാത്രം കഴുകുന്ന സമയത്ത് പെട്ടെന്നല്ല, മൊത്തത്തിൽ ഈ ഭാഗത്ത് ഫുൾ തെറിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. പിന്നെ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് പോയി തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക, കൊച്ചായാലും നമ്മളായാലും ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പണി കിട്ടും. ഞാൻ പറഞ്ഞില്ല ഇൻഡക്ഷൻ്റെ കാര്യം, ഇൻഡക്ഷനും പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെയാണ് എനിക്ക് വെക്കാനുള്ള സ്പേസ് ഉള്ളൂ, വേറെ വെക്കാൻ സ്പേസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കണം. ഇൻഡക്ഷൻ ഒന്ന് അങ്ങോട്ട് മാറ്റണം, പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കണം. ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞേ ഉള്ളൂ. തക്കുട് അറിയുന്ന ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇതാണ് മെയിൻ പരിപാടി. ഇൻഡക്ഷനാണ് എൻ്റെ മെയിൻ പ്രശ്നം. വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ടേബിളിൻ്റെ മുകളിൽ തന്നെ ഇത്ര ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് അങ്ങോട്ട് മാറ്റണം, അതെടുത്ത് താഴേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിയും ഇൻഡക്ഷനും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. എല്ലാം ഒന്ന് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡക്ഷൻ ഇവിടെ വെച്ചാൽ നമുക്ക് മിക്സി ഇപ്പുറത്ത് വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്യാൻ, എനിക്ക് കഷ്ണമൊക്കെ അരിയാനുള്ള സ്പേസ് ഇത്രയേ ഉള്ളൂ, എനിക്കത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ മിക്സി എടുത്ത് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കാമല്ലോ. പിന്നെ മുകളിലാണെങ്കിൽ നമുക്ക് അധികം ഷെൽഫിലും കാര്യങ്ങളിലും പാത്രങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡപ്പയിലാണ്. അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. പിന്നെ തീപ്പെട്ടി, എണ്ണ, അതൊന്നും താഴെ വെക്കാൻ പറ്റില്ല, എല്ലാം മുകളിലത്ത് കളിക്കുന്നുണ്ട്, എല്ലാം മുകളിൽ വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കൊട്ടൊക്കെ തൽക്കാലം താഴേക്ക് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിലുള്ള ഈ അരിപ്പ കാര്യങ്ങൾ, ചല്ലട, അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതേ ഫ്രിഡ്ജ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം, നമുക്ക് കണക്ട് ചെയ്ത് വെക്കണം. ടൈമായിട്ടുണ്ട്, 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ടേബിളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു, കിച്ചണെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കിച്ചണെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ, ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചത് എങ്ങനെയൊക്കെ വലിയ കാര്യമായി കാണിക്കണമെന്ന് തോന്നും. പക്ഷേ എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.